ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പറ്റിയില്ലേ? ഇല്ല. പിന്നെതെന്ത് ചെയ്തു? വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ? അത് പാപനാശിനി പുഴയെ തന്നെ ഒഴുകിപ്പോയിന്നാ പറഞ്ഞത്. അതെന്തായാലും നന്നായി, ഒഴുകിപ്പോയല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു, അങ്ങനെ കരുതി സമാധാനിക്കാലോ. അവരിതിനായി ഇവിടുന്ന് പോകുമ്പോഴേ ജോത്സ്യം പറഞ്ഞിരുന്നു അത് നടക്കാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോ ഒഴുകിപ്പോയെന്ന് പറഞ്ഞത്? നിമഞ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജലത്തിൽ ലയിപ്പിക്കുക. അതവിടെ നടന്നില്ല. പിന്നെങ്ങനെയാ അസ്ഥി നിമഞ്ജനം ചെയ്തു എന്ന് പറയുന്നേ? നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് പല അനർത്ഥങ്ങളും ഉണ്ടാക്കും. ഇവിടെ ഞാനിപ്പം അതുപോലുള്ള അനർത്ഥങ്ങൾ കാണുന്നുണ്ട് രേഷ്മേ. അതൊക്കെ ശാരദാമ്മയുടെ തോന്നലാ. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം, അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്നും നടിക്കണം. ഇതെല്ലാം എന്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയൂ. ഞാനൊരാൾ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്റെ 3 പെൺമക്കൾക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം വന്നിരിക്കുന്നത് ഞാൻ മൂലമാണെന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. അങ്ങനെയൊന്നും കരുതണ്ട ശാരദാമ്മേ. 3 പെൺമക്കളെയും ശാരദാമ്മ വളർത്തി വലുതാക്കി, ഒരാളെ കളക്ടറാക്കി. അതൊന്നും ചെറിയ കാര്യങ്ങളേ അല്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വെട്ടി വന്നവരെ ആർക്കാ ജീവിതത്തിൽ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ പറ്റുന്നേ? അങ്ങനെ നോക്കുമ്പോ ശാരദാമ്മ എന്തുകൊണ്ടും ഭാഗ്യവതി തന്നെയാ. എന്ത് ഭാഗ്യം! എനിക്ക് 3 പെൺമക്കളുണ്ടായി എന്നുള്ളതല്ലാതെ അവരുടെ ആരുടെയും ജീവിതം ഭംഗിയാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ശ്യാമയുടെ കാര്യം തന്നെ കണ്ടില്ലേ? നല്ലൊരു ജീവിതമോ സാമ്പത്തിക ഭദ്രതയോ അവൾക്കുണ്ടോ? ഇല്ല. ശാരികയുടെ അവസ്ഥ അതിലും കഷ്ടമാ. പിന്നെ ശാലിനി, അവളുടെ ജീവിതവും ഇങ്ങനെയായി. ഞാൻ ആത്മാർത്ഥതയോടെയാ എന്റെ മക്കളെ പെറ്റ് വളർത്തിയത്. പക്ഷെ അവർക്ക് മുന്നില് ഞാൻ ഇന്നൊരു ദുശ്ശകുനവാ, ചോദ്യചിഹ്നമാ. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതെന്ന് സർവേശ്വരനോട് ഞാൻ ചോദിച്ചു പോവുക. കാരണം അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിന്റെയും മൂല കാരണം ഈ ഞാൻ തന്നെയാ. ഞാൻ ചെയ്ത് തെറ്റുകൾക്കുള്ള ശിക്ഷ എന്റെ മക്കളല്ലേ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ വഴിയാധാരമാക്കി അവരുടെ എല്ലാവരുടെയും ജീവിതം ഞാനായിട്ട് വഴിയാധാരമാക്കി. ശാരദ ജീവിതത്തിൽ തോറ്റു. ശാരദ എല്ലാരും കൂടി തോൽപ്പിച്ചു. ശാരദാമ്മേ, അതിപ്പോ അതല്ലേ മോളെ സത്യം. നിങ്ങൾ ശരിക്കും ആരാ?